ഹലോ ഗൈസ്, നമ്മളിപ്പോഴും ഉള്ളത് ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കിടന്നിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുത്തു. അതിനുശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മുടെ യാത്ര ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യമായി ചെങ്കോട്ടയിലേക്കാണ് കേട്ടോ. 17-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചാണ് കോട്ട. മുഗൾ ഭരണകാലത്ത് തൻ്റെ പ്രൗഢിയിലിരുന്ന കോട്ട മുഗൾ വംശത്തിൻ്റെ പതനത്തിനും ബ്രിട്ടീഷ് അധിനിവേശത്തിനും സാക്ഷിയായി. ഒടുവിൽ തൻ്റെ രാജ്യത്ത് മാത്രമായി തലയുയർത്തി നിൽക്കുമ്പോൾ കോട്ടയ്ക്ക് പറയാനുള്ള നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. ഇത് ഈ ഓട്ടോറിക്ഷ കണ്ടോ? ഈ ഓട്ടോറിക്ഷ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ, വെറുതെ നമ്മളെ തലക്കോട്ടാക്കും. ഇതേ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് ഇത്. ഇതൊരു ഡൽഹിയിലെ ഒരു തെരുവിൽ ഒരു കുട്ടിയുടെ സാഹസിക പ്രകടനമുണ്ട്. ഇതാരും വകവെക്കുന്നില്ല. നടന്നു പോകുന്നവരൊക്കെ നടന്നു പോകുന്നു, വണ്ടിക്ക് പോകുന്നവരൊക്കെ വണ്ടിക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഡെയിലി സ്ഥലമൊക്കെ ബേസ് ചെയ്ത് ഉണ്ടാവുമായിരിക്കും. ഡൽഹി മെട്രോ, ഇതും അണ്ടർഗ്രൗണ്ട് മെട്രോ തന്നെയാണ് കേട്ടോ. അങ്ങനെ മെട്രോ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വന്നത്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ എടുത്തു. ഈ ഓട്ടോയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിൽ 5 പേരൊക്കെ സിമ്പിളായിട്ട് കയറും. ഇതിപ്പോൾ ഞങ്ങൾ 4 പേരും പിന്നെ ഒരാൾ ഡ്രൈവറിൻ്റെ സൈഡിലാണ് ഇരുന്ന് വെച്ചത്. ഈ ഓട്ടോ എന്ന് വെച്ചാൽ ഹോണടിയുടെ ബഹളമാണ്. ഈ ഓട്ടോയ്ക്ക് പിന്നെയും കുഴപ്പമില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ, ഞങ്ങൾ കയറിയ ഓട്ടോറിക്ഷക്കാരൊക്കെ എന്ന് വെച്ചാൽ ഒരു ദാക്ഷിണ്യമില്ലാണ്ടാണ് ഹോണടിച്ച് പോകുന്ന റോട്ടിൽ കൂടി. അതാണ് റെഡ് ഫോർട്ട് ഇപ്പോൾ കാണുന്നത്, ലാൽ ചൗക്ക്. ഞങ്ങൾ അങ്ങനെ സ്ഥലമെത്തി. ഇനി പോയി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം, എന്നിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗ്, പേഴ്സ് ഉണ്ടെങ്കിൽ സീനില്ല. ബാഗാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെറിയ. മുഗൾ വംശത്തിൻ്റെ തലസ്ഥാന നഗരി ആഗ്ര ആയിരുന്നു. എന്നാൽ ആഗ്രയിലെ അനുകൂലമില്ലാത്ത കാലാവസ്ഥ കാരണം ഷാജഹാൻ തലസ്ഥാന നഗരി ദില്ലിയിലേക്ക് മാറ്റാനും തനിക്കൊരു താവളം നിർമ്മിക്കാനും പദ്ധതിയിട്ടു. താൽക്കട്ടോര ബാഗിനും റേസിന മലനിരകൾക്കും ഇടയിലായി കോട്ട നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഷാജഹാന്റെ ഉപദേശകരായ ഉസ്താദ് ഹമീദും ഉസ്താദ് അഹമ്മദും യമുന നദിയുടെ തീരത്തുള്ള ഇന്ന് കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശം നിർദ്ദേശിച്ചു. തുടർന്ന് 1639 മെയ് 12 നിർമ്മാണം ആരംഭിച്ച് 9 വർഷം കൊണ്ട് 1648 ഏപ്രിൽ 6 പണി പൂർത്തീകരിച്ചത്. ഇതിൻ്റെ ശില്പി താജ്മഹൽ നിർമ്മിച്ച ഉസ്താദ് അഹമ്മദ് ലഹോരി തന്നെയായിരുന്നു. ഈ കാണുന്ന ഭാഗമാണ് മെയിൻ എൻട്രൻസ്. അത് ഈ ഭീമാകരമായ മതിൽക്കെട്ടുകൾക്കപ്പുറമാണ് അത് പ്രവേശിക്കേണ്ടത്. അത് ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് പോകും. ഞങ്ങളിവിടെ ആസ്വദിക്കുവാണ് ഈ പരന്ന് കിടക്കുന്ന ഈ കോട്ടയുടെ സൗന്ദര്യം. നാട്ടിൽ എന്ത് മനോഹരമാണ് കോട്ട. നേരിട്ട് കാണാൻ ഒരു രക്ഷയുമില്ല കേട്ടോ. ഇതാണ് പ്രധാന കവാടമായ ലാഹോരി ഗേറ്റിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഈ കാണുന്നതാണ് കോട്ടയുടെ പ്രധാന കവാടമായ ലാഹോരി ഗേറ്റ്. ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ചട്ടാ ചൗക്ക് അഥവാ മീന ബസാർ എന്നറിയപ്പെടുന്ന ഈ മാർക്കറ്റാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രിമാർക്കും അതുപോലെ തൻ്റെ കൊട്ടാരത്തിലെ മറ്റു സ്ത്രീകൾക്കൊക്കെ സാധനങ്ങളും മറ്റും വാങ്ങാനുള്ള കച്ചവട കേന്ദ്രമായിരുന്നു ഇത്. ഇവിടെ കച്ചവടം ചെയ്യുന്നവരും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും സ്ത്രീകൾ മാത്രമായിരുന്നു. പുരുഷന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. ഇപ്പോഴും ഭൂരിഭാഗം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് തന്നെയാണ് കൂടുതലും. ഈ സാരികൾ, പിന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെ. പിന്നെ ബോയ്സിൽ ഞങ്ങൾ നോക്കിയിട്ടിപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കൂളിംഗ് ഗ്ലാസ്സസ്, സൺഗ്ലാസ്, പിന്നെ ഈ കൗബോയ് ക്യാപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഞങ്ങൾ ഈ കവാടത്തിലൂടെ മറുവശത്തേക്ക് കടന്നിട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇങ്ങനെ വ്യത്യസ്തമായ നിറത്തിൽ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരെ പണിയെഴുപ്പിച്ചാണെന്നാണ് അറിയപ്പെടുന്നത്.
ഇന്നിവിടെ വിസിറ്റിങ്ങിന് സ്കൂൾ പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ഒരു മുന്തിരിപ്പാടമായിരുന്നു. അത് ഷാജഹാൻ ചക്രവർത്തിക്ക് വേണ്ടി തൻ്റെ പത്നി അവിടെ സെറ്റ് ചെയ്തിരുന്നതാണ് എന്നാണ് കഥകളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുള്ളി വളരെ വൈൻ പ്രേമിയായിരുന്നു. ഈ കാണുന്ന കെട്ടിടമാണ് നോബത്ത് ഖാന. ഇതിനെ നുക്കർ ഖാന, വെൽക്കം ഗേറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ നമ്മുടെ ജന്മദിന വർഷത്തിലെ ഒരു ദിവസമാണ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനിച്ച ദിവസം ജന്മദിനം എല്ലാ ആഴ്ചയിലും കൊണ്ടാടാറുണ്ട്. ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹം ജനിച്ചത് 1592 ജനുവരി 5 തീയതിയായിരുന്നു. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാ ആഴ്ചയിലെയും ഞായറാഴ്ച ദിവസം ഈ നോബത്ത് ഖാനയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാദ്യതാളമേളങ്ങളോടെയുള്ള പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. വ്യത്യസ്തമായ നിറങ്ങളിലുള്ളതൊക്കെ എല്ലാം ബ്രിട്ടീഷുകാർ പണിയേൽപ്പിച്ച ബിൽഡിങ്സാണ് കേട്ടോ. അതും കോട്ടയുമായ ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം കോട്ടയുടെ കളറ് ഫുള്ള് റെഡും പിന്നെ കുറച്ച് ഭാഗങ്ങൾ വൈറ്റ് അങ്ങനെയൊക്കെയാണ്. ഇത് ഇവിടുത്തെ മ്യൂസിയമാണ്. ഇത് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല, അതിനുള്ള സമയപരിമിതി ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ പ്രശ്നമാണ് കേട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടെ ഇറങ്ങിയത്. അങ്ങനെ അപ്രതീക്ഷിതമായി കയറിയതാണ് ഞങ്ങൾ റെഡ് ഫോർട്ടിലേക്ക്. അന്നത്തെ കാലത്തെ മറ്റേ പീരങ്കികളും പിന്നെ ജയിലിനുള്ളിലെ ബാക്കിയുള്ള കാഴ്ചകൾ, അതായത് ഹാൻഡ് കപ്സ് അങ്ങനെയൊക്കെ, ഈ എന്തോ നമ്മളെ കുറ്റവാളികളെ ബന്ധിതരാക്കി ഇടാനായിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഫുള്ളും ഹിന്ദി ആയതുകൊണ്ട് എന്തൊക്കെയാണ് എന്താണെന്നൊന്നും ഞങ്ങൾ മര്യാദക്ക് വായിച്ചില്ല. ഇവിടെ ഒരു ടാബ് ഉണ്ടായിരുന്നു. ടാബിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, പണ്ടത്തെ ഫുൾ ചരിത്രം അങ്ങനെയെല്ലാം. ചുമ്മാ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കി, വായിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി കോട്ടയം ഒന്നും കൂടി ഒന്ന് നോക്കി അതിൻ്റെ വലിയ ഭീമാകരമായ തൂണിലേക്ക്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡുമായി കാണാം. സൈനിങ് ഔട്ട് ബൈ അലൻ. ബൈ.